ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഈ കോക്കനട്ട് ഓയിൽ എല്ലാവരുടെയും ഒരു വിചാരം അത് അൺഹെൽത്തി എന്നുള്ളൊരിതുണ്ട്. അത് ആക്ച്വലി അൺഹെൽത്തി അല്ല, അത് ലിമിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് അൺഹെൽത്തി ആവുന്നത്. പിന്നെ റീയൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മൾ പഴംപൊരി ആക്കാനെടുത്തതോ അങ്ങനെ എന്തിനെങ്കിലും എടുത്തത് പിന്നീട് മീൻ പൊരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തിനൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അത് അൺഹെൽത്തി ആവുന്നത് കേട്ടോ. അല്ലാതെ അത് നമ്മൾ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കോക്കനട്ട് ഓയിൽ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഓയിലല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, കോക്കനട്ട് ഓയിൽ ഇച്ചിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ദെൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആക്ച്വലി നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയാണ് ഇടുന്നത്. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പ് എന്തുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് ഇട്ടാൽ മതി പറഞ്ഞത്, ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതായത് വലിയ വെള്ളക്കടല, അതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ സാധനം നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ട് അത് കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അതിന് നെകക്കെ ആ ഒരു കടല നിൽക്കുന്നതിന് കറക്റ്റായിട്ട് അത്ര പോലെ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ വേവിക്കാൻ വേണ്ടി വെക്കുക, അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഒരു 3-4 വിസിൽ മതിയാവുമായിരിക്കും. അത് ഓരോ കടലയുടെ വേവ് പോലെ ഇരിക്കും. ചിലതിന് 3-4 വിസിലാവും, ചിലത് 5-6 വിസിൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് അത് വേവിച്ചെടുത്ത് വെള്ളം ഊറ്റിയിട്ട് ഇത് ഈ ഉള്ളിയും തക്കാളി പച്ചമുളക് വന്നതിലേക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്യണം കേട്ടോ, ഞാനത് മറന്നുപോയി. മല്ലിച്ചപ്പാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഹൈ പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു